മക്കളെ, കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ നടക്കുന്ന കൗരവ പാണ്ഡവ യുദ്ധത്തിൻ്റെ വിവരങ്ങൾ സഞ്ജയൻ ധൃതരാഷ്ട്രർക്ക് പറഞ്ഞുകൊടുക്കുകയാണ്. ആ രാത്രി യുദ്ധത്തിൽ എണ്ണമറ്റ സൈനികരും അതുപോലെ മഹാരഥന്മാരും ജീവൻ വെടിഞ്ഞു. ഏറ്റവും അവസാനം നമ്മൾ കണ്ടത് ഭീമപുത്രനായ ഘടോത്കചൻ്റെ മരണമായിരുന്നു. അയാൾ തൻ്റെ മായായുദ്ധത്താൽ കൗരവപക്ഷത്തുള്ളവരെ കഠിനമായി ശിക്ഷിച്ചുകൊണ്ട് വധിക്കുകയായിരുന്നു. ഇത് കണ്ട് ഭയന്ന ദുര്യോധനൻ കർണനെ അഭയം പ്രാപിച്ചു. കർണൻ അർജുനനെ വധിക്കുവാൻ വേണ്ടി കരുതി വച്ചിരുന്ന വൈജയന്തി എന്ന ശക്തി ഘടോത്കചൻ്റെ മേൽ പ്രയോഗിക്കുവാൻ ദുര്യോധനൻ കർണനെ നിർബന്ധിച്ചു. അത് അർജുനനെ വധിക്കുവാൻ വേണ്ടി മാത്രം കരുതി വച്ചിരിക്കുകയാണ് എന്നതിനാൽ കർണൻ ആദ്യം സമ്മതിച്ചില്ല. പക്ഷേ ഘടോത്കചൻ വരുത്തി വയ്ക്കുന്ന നാശവും ദുരന്തവും ദുര്യോധനൻ്റെ നിർബന്ധവും കൂടി ആയപ്പോൾ കർണന് ആ ശക്തി ഉപയോഗിച്ച് ഘടോത്കചനെ വധിക്കേണ്ടി വന്നു. കുറേ തവണയായി ശക്തി എന്ന ഒരായുധത്തെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. എന്താണ് ശക്തി എന്ന് അറിയാമോ? പറയാം. അതൊരു ദിവ്യമായ അസ്ത്രം തന്നെയാണ്. മിക്കവാറും എല്ലാ മഹാരഥന്മാരായ യോദ്ധാക്കൾക്കും ഇപ്രകാരം ഒരു ശക്തി സ്വായത്തമായിരിക്കും. ഇത് അവരുടെ ഏറ്റവും ശക്തിയുള്ള ആയുധവും ആയിരിക്കും. ദ്രോണാചാര്യരുടെ ശക്തി നാരായണാസ്ത്രം ആയിരുന്നു. അർജുനന് പാശുപതാസ്ത്രവും. ഇവയിൽ പലതും ഒരു തവണ മാത്രം പ്രയോഗിക്കാൻ കഴിയുന്ന അസ്ത്രമാണ്. കർണന് ജനന സമയത്ത് തന്നെ പിതാവായ സൂര്യൻ ഒരു കവചവും കുണ്ടലവും സുരക്ഷയ്ക്കായി കൊടുത്തിരുന്നു. മഹാഭാരത യുദ്ധം ആരംഭിക്കുന്ന കാലത്ത് പാർത്ഥൻ്റെ പിതാവായ ദേവേന്ദ്രൻ ഒരു ബ്രാഹ്മണനായി വേഷം ധരിച്ച് കർണനെ സമീപിച്ചു. കവചകുണ്ടലങ്ങൾ ഉള്ളതിനാൽ കർണനെ പാണ്ഡവർക്ക് വധിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയാണ് ഇന്ദ്രൻ ചെന്നത്. കർണനാകട്ടെ ബ്രാഹ്മണർ എന്ത് ചോദിച്ചാലും ദാനമായി നൽകും. ഇന്ദ്രൻ കർണനോട് കവചകുണ്ടലങ്ങളാണ് ചോദിച്ചത്. ഇത് ദേവേന്ദ്രൻ നടത്തുന്ന ഒരു നാടകമാണെന്ന് കർണൻ അറിയാമായിരുന്നു. എങ്കിലും ബ്രാഹ്മണദാനം ചെയ്യാൻ മടിക്കാത്ത അയാൾ തൻ്റെ കവചവും കുണ്ടലവും ദേവേന്ദ്രന് നൽകി. തൻ്റെ പ്രവൃത്തിയിൽ പശ്ചാത്താപം തോന്നിയ ദേവേന്ദ്രൻ വൈജയന്തി എന്ന ശക്തി കർണന് നൽകുകയായിരുന്നു. ചില സന്ദർഭങ്ങളിൽ ഈ ശക്തിയെ വാസവി എന്നും അറിയപ്പെടുന്നുണ്ട്. വാസവൻ എന്നത് ഇന്ദ്രൻ്റെ മറ്റൊരു പേരാണ്. വാസവൻ്റേത് എന്ന അർത്ഥത്തിലാണ് അതിന് വാസവി എന്ന പേർ ഉണ്ടായതെന്ന് പറയാം. കർണൻ അത് അർജുനനെ വധിക്കുവാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. ആ ശക്തിയാണ് ഇപ്പോൾ കർണൻ ഘടോത്കചന് നേരെ പ്രയോഗിച്ചത്. അർജുനൻ്റെ വധം ഒഴിവാക്കുവാൻ വേണ്ടി ശ്രീകൃഷ്ണൻ കാണിച്ച ഒരു തന്ത്രമായിരുന്നു ഘടോത്കചൻ്റെ മരണം. എന്തായാലും ഘടോത്കചൻ്റെ മരണം പാണ്ഡവർക്ക് വലിയൊരു പരാജയം വരുത്തിവെച്ചു. ഇത്രയും യുദ്ധവിവരണങ്ങൾ കേട്ടപ്പോൾ ധൃതരാഷ്ട്ര ചോദിച്ചു, സഞ്ജയ, ഘടോത്കചൻ്റെ മരണശേഷം നമ്മുടെ പുത്രന്മാരും പാണ്ഡവരും തമ്മിൽ ഏത് വിധത്തിലുള്ള യുദ്ധമാണ് നടന്നത്? സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, ആ രാക്ഷസൻ മരിച്ച ശേഷം കൗരവർക്കിടയിൽ ഒരു ഉണർവ് കണ്ടു തുടങ്ങി. അവർ ആഹ്ലാദ നൃത്തം ചെയ്യുക തന്നെ ആയിരുന്നു. ഇത് കണ്ട് നിരാശനായ യുധിഷ്ഠിരൻ ഭീമനോട് പറഞ്ഞു, ഈ കൗരവപ്പട ഘടോത്കചൻ്റെ മരണം വരെ അവനെ ഭയന്നിരുന്നു. ഇതാ ഇപ്പോൾ അവർ നമ്മുടെ സൈന്യത്തെ കൂട്ടം കൂട്ടമായി സംഹരിക്കുകയാണ്. അവരുടെ ഈ അഹങ്കാരത്തെ തടയൂ. ഘടോത്കചൻ്റെ മരണം തന്നെ എന്നെ പരിഭ്രാന്തനാക്കിയിരിക്കുകയാണ്. യുധിഷ്ഠിരൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ശ്രീകൃഷ്ണൻ പറഞ്ഞു, അങ്ങ് ഖേദിക്കേണ്ട കാര്യം ഒട്ടുമില്ല. ജ്ഞാനികൾ ഈ വിധം ദുഃഖിക്കാറില്ല. അങ്ങ് എഴുന്നേൽക്കൂ. എന്നിട്ട് യുദ്ധം ചെയ്താലും ഈ മഹായുദ്ധത്തിൻ്റെ ചുമതല ഏറ്റെടുക്കാതെ ഈ വിധം നിരാശനായിരുന്നാൽ വിജയം അപ്രാപ്യമായിരിക്കും. യുധിഷ്ഠിരൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു, അറിയാം കൃഷ്ണ, നമുക്ക് ധർമ്മനീതികൾ അറിയാം. മറ്റൊരാളിൽ നിന്നും സ്വീകരിച്ച ഉപകാരം മറക്കുന്നത് ബ്രഹ്മഹത്യാപാപത്തിന് സമമാണ്. ഞങ്ങളുടെ വനവാസകാലത്ത് അർജുനൻ സന്യാസത്തിന് പോയപ്പോൾ ബാലനായ ഘടോത്കചൻ ഒരുപാട് ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നോക്കൂ, ഈ യുദ്ധത്തിലും നമ്മുടെ ജയത്തിന് വേണ്ടി അവൻ അതികഠിനമായി അധ്വാനിച്ചു. എന്നെ അവന് വലിയ സ്നേഹവും ബഹുമാനവുമായിരുന്നു. എനിക്കും അവനെ വളരെ സ്നേഹമായിരുന്നു. അവൻ്റെ ഈ മൃത്യു എന്നെ തളർത്തിയിരിക്കുന്നു. കൃഷ്ണ, അങ്ങ് നോക്കൂ, കൗരവർ നമ്മെ എത്രമാത്രം തകർത്ത് കളഞ്ഞു. ആചാര്യനും കർണനും വളരെ ശ്രദ്ധയോടെയാണ് നമ്മെ ആക്രമിക്കുന്നത്. കൃഷ്ണ, അർജുനനും ഭീമസേനനും ജീവിച്ചിരിക്കെ ഘടോത്കചൻ ഇങ്ങനെ ഒരന്ത്യം ഉണ്ടായല്ലോ. ഇനി ആരുണ്ട് കൗരവരെ ആക്രമിക്കുവാൻ? മരിച്ചാലും വേണ്ടില്ല, ഇനി ഞാൻ തന്നെ പോയി കൗരവരെ ആക്രമിക്കാം.
സഞ്ജയൻ തുടർന്നു. രാജാവേ, ഇപ്രകാരം പറഞ്ഞിട്ട് യുധിഷ്ഠിരൻ ജ്വലിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, പാർത്ഥ, രാജാവ് കർണനെ ആക്രമിക്കുവാൻ പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ടതുപോലെയാണ് പെരുമാറുന്നത്. ഈ വിധത്തിൽ അവിടേക്ക് പോകുന്നത് ശരിയല്ല. കർണനെ കണ്ടെത്താനായി രഥം വേഗം ഓടിക്കുവാൻ സൂതനോട് യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടു. അയാൾക്ക് പിന്നാലെ പാർത്ഥൻ്റെ രഥം സാരഥിയായ കൃഷ്ണൻ അതിവേഗത്തിൽ പായിച്ചു. ഒരു വിധത്തിൽ കൃഷ്ണൻ യുധിഷ്ഠിരൻ്റെ ഒപ്പം എത്തി. അപ്പോൾ വേദവ്യാസൻ അവരുടെ മുന്നിൽ എത്തിച്ചേർന്നു. അദ്ദേഹം യുധിഷ്ഠിരനോട് ചോദിച്ചു, ധർമ്മജ, കർണനുമായി പാർത്ഥൻ പലതവണ യുദ്ധം ചെയ്തിട്ടും പാർത്ഥനൊന്നും സംഭവിക്കാതിരിക്കുന്നത് അത്ഭുതമായിരിക്കുന്നു. കർണൻ്റെ കയ്യിൽ ഇന്ദ്രദത്തമായൊരു ശക്തിയുണ്ട്. അതവൻ പാർത്ഥൻ്റെ മേൽ പ്രയോഗിക്കുവാൻ കരുതി വച്ചിരിക്കുകയാണ്. പലതവണ അവർ തമ്മിൽ യുദ്ധമുണ്ടായെങ്കിലും നേർക്കുനേർ നിന്ന് ഒരു പോരാട്ടം ഉണ്ടാകാത്തതിനാലാണ് പാർത്ഥൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭം ഉണ്ടായിരുന്നെങ്കിൽ കർണന് ആ അസ്ത്രം പ്രയോഗിക്കാതിരിക്കില്ല. എന്തായാലും ആ ശക്തി ഘടോത്കചൻ്റെ ജീവൻ എടുത്തത് കാലത്തിൻ്റെ ഗതിയായി കരുതിയാൽ മതി. യുധിഷ്ഠിര, ജനിച്ച ഏതൊരു ജീവിക്കും ഗതി ഇതുതന്നെയാണ്. ഘടോത്കചൻ്റെ വേർപാടിൽ നിന്നും ഉണ്ടായ ദുഃഖം വെടിയുക. എന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് നിന്ന് കൗരവരോട് യുദ്ധം ചെയ്യുക. വിജയം നിങ്ങൾക്കുള്ളതാണ്. ഇന്നേക്ക് 5-ാം ദിവസം ഈ രാജ്യത്തിൻ്റെ അവകാശം നിങ്ങളിൽ വന്നു ചേരും. എപ്പോഴും ധർമ്മത്തിന് കീഴ്പ്പെട്ടു നിന്നുകൊണ്ട് ഭക്തി, ദയ, ദാനം, ക്ഷമ, തപസ് എന്നീ ഗുണങ്ങളെ കൈവിടാതെ ജീവിക്കുക. ധർമ്മം കൈവിടാത്തവരെ വിജയത്തിൽ എത്തിച്ചേരുകയുള്ളൂ. എല്ലാം സശ്രദ്ധം കേട്ട് യുധിഷ്ഠിരനും കൃഷ്ണാർജുനന്മാരും മഹർഷിയെ യാത്രയാക്കി. സഞ്ജയൻ പറഞ്ഞു, മഹാരാജാവേ, വ്യാസഭഗവാന്റെ വാക്കുകൾ കേട്ടതോടെ കർണനെ വധിക്കുവാനുള്ള മോഹം യുധിഷ്ഠിരൻ ഉപേക്ഷിച്ചു. അയാൾ മടങ്ങിപ്പോകുമ്പോൾ ദൃഷ്ടദ്യുമ്നനോട് പറഞ്ഞു, പാഞ്ചാല, താങ്കൾ ദ്രോണരോട് യുദ്ധം ചെയ്യുക. നിങ്ങൾ ചാപാസ്ത്രങ്ങളും വാളും കവചവുമായി അഗ്നിയിൽ നിന്ന് ജനിച്ചത് തന്നെ ദ്രോണരെ വധിക്കാനാണ്. ആ കടമ നിറവേറ്റുന്നതിൽ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമേയില്ല. നമ്മുടെ സൈന്യത്തിലെ ജനമേജയൻ, സാത്യകി, നകുലൻ, ശിഖണ്ഡി, സഹദേവൻ, ദ്രുപദൻ, വിരാടൻ, ദ്രൗപദിയുടെ പുത്രന്മാർ തുടങ്ങിയവർ ചുറ്റും നിന്ന് ഇന്ന് ദ്രോണരെ ആക്രമിക്കുക. നമ്മുടെ ചതുരംഗപ്പട മുഴുവൻ ആചാര്യനെ ആക്രമിക്കട്ടെ. യുധിഷ്ഠിരൻ നിർദ്ദേശിച്ചതുപോലെ തന്നെ പാണ്ഡവ സൈന്യം ദ്രോണരെ ആക്രമിക്കുവാൻ പുറപ്പെട്ടു. ദൂരെ നിന്ന് തന്നെ ഒരു വൻ സൈന്യം തന്നെ ആക്രമിക്കാൻ വരുന്നത് കണ്ട ആചാര്യൻ അവരെ തടഞ്ഞു. ഈ അവസ്ഥ കണ്ട് ദുര്യോധനൻ വേഗം ആചാര്യനെ സഹായിക്കാനെത്തി പാണ്ഡവരുമായി യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. ഇരു സൈന്യങ്ങളും പരസ്പരം ശക്തമായി യുദ്ധം ചെയ്തു. പക്ഷേ മഹാരഥന്മാരെല്ലാം ഉറക്കത്തിലേക്ക് വഴുതാൻ തുടങ്ങി. ശരീരം ക്ഷീണം കൊണ്ട് അലസമായി. മനസ്സുകൊണ്ട് യുക്തമായ തീരുമാനമെടുക്കുവാൻ കഴിയാതെയായി. ക്രമേണ സൈനികരും ഉറക്കക്ഷീണത്താൽ ഉത്സാഹം നശിച്ചവരായി. ആർക്കും എന്തു ചെയ്യണമെന്നറിയില്ല. കയ്യിൽ നിന്നും ആയുധങ്ങൾ വെഴുതിപ്പോയ പലരും ക്ഷത്രിയധർമ്മം ഓർത്തിട്ട് യുദ്ധക്കളത്തിൽ തന്നെ തുടർന്നു. ഗജങ്ങളുടെ മുകളിലും കുതിരപ്പുറത്തും ഇരുന്നവർ അവിടെ തന്നെ നിദ്രയെ പുൽകി. രഥത്തിലുണ്ടായിരുന്നവർ അതിൻ്റെ തട്ടിൽ വീണ് മയങ്ങുവാൻ തുടങ്ങി. എന്നാൽ ആ കൂരിരുട്ടിലും ചിലർ ഉറക്കച്ചടവ് വകവയ്ക്കാതെ ശത്രുസംഹാരം നടത്തുന്നുണ്ടായിരുന്നു. സഞ്ജയൻ തുടർന്നു, രാജാവേ, ഓരോ പട്ടാളക്കാരനും ഉറക്കക്ഷീണത്താൽ അവശനിലയിലായി. ആ അവസ്ഥ കണ്ടപ്പോൾ അർജുനൻ ഇരുവിഭാഗക്കാരും കേൾക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, യോദ്ധാക്കളെ, നമ്മുടെ കുതിരകളും ആനകളും തളർന്നവശരായിരിക്കുകയാണ്. നമ്മെപ്പോലെ തന്നെ അവർക്കും വിശ്രമം ആവശ്യമാണ്. അതിനാൽ തൽക്കാലം യുദ്ധം നിർത്തിവെച്ച് നമുക്കൊന്ന് വിശ്രമിക്കാം. പക്ഷേ ചന്ദ്രോദയമായാൽ യുദ്ധകാഹളം മുഴങ്ങും. അപ്പോൾ നമുക്ക് യുദ്ധം തുടരാവുന്നതാണ്. രാജാവേ, പാർത്ഥൻ്റെ ഈ നിശ്ചയം എല്ലാവർക്കും സമ്മതമായി. എല്ലാവരും യുദ്ധഭൂമിയിൽ തന്നെ വിശ്രമിക്കാൻ തുടങ്ങി. അർജുനൻ്റെ യുക്തിപൂർണമായ ആ തീരുമാനത്തെ ശത്രുപക്ഷത്തുള്ളവർ പോലും പ്രശംസിച്ചു. രാജാവേ, കാലാൾപ്പടയിലുള്ളവർ നിണമണിഞ്ഞ ആ യുദ്ധഭൂമിയിൽ തന്നെ തളർന്നു കിടന്നുറങ്ങി. അശ്വാരൂഢർ അശ്വത്തിന് മുകളിൽ തന്നെ തലചായ്ച്ച് കിടന്നു. ആനപ്പുറത്ത് ഉള്ളവർ ആനയുടെ മസ്തകത്തിലേക്ക് തലവെച്ച് ഉറങ്ങുവാൻ തുടങ്ങി. അങ്ങനെ യുദ്ധഭൂമിയാകെ ഗാഠനിദ്രയിലാണ്ടു. ആരും അവരുടെ യുദ്ധവസ്ത്രങ്ങൾ പോലും അഴിച്ചു മാറ്റിയിരുന്നില്ല. രാജാവേ, ഏതാണ്ട് ഒരു നാഴിക കഴിഞ്ഞപ്പോൾ കിഴക്കൻ മലകൾ ചന്ദ്രപ്രഭയിൽ തെളിഞ്ഞു തുടങ്ങി. യുദ്ധഭൂമിയിലെ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് നിലാവ് പരന്നു.
പൂർണ്ണചന്ദ്രൻ കിഴക്കേ ചക്രവാളത്തിൽ ഉയർന്നു പൊങ്ങി. കൗരവ പാണ്ഡവ സൈനികർ ജാഗരൂകരായി. ആരെല്ലാം ഉത്തമ ലോകത്തേക്ക് പോകും എന്നറിയാതെ അവർ യുദ്ധം ആരംഭിച്ചു. ഉറക്കത്തിൻ്റെ ആലസ്യം വിട്ടുമാറാത്ത ദ്രോണരുടെ സമീപത്തേക്ക് ദുര്യോധനൻ എത്തി. ആചാര്യനെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ അയാൾ കോപം കലർന്ന ശബ്ദത്തിൽ പറഞ്ഞു, ആചാര്യ, ഉറക്കം വിട്ടുണർന്ന സൈനികർ ആലസ്യത്തിൽ നിന്നും മുക്തരായിട്ടില്ല. പാണ്ഡവപക്ഷത്തും സ്ഥിതി മറിച്ചല്ല. പാണ്ഡവർ ഇപ്പോൾ നമ്മുടെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ സ്ഥിതിക്ക് നാം ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. അങ്ങയുടെ മനസ്സ് വേദനിക്കരുത് എന്ന് കരുതി പല വീഴ്ചകളിലും ഞാൻ ഇളവുകൾ തന്നു. പാണ്ഡവർ ആ വീഴ്ചകളിലൂടെ കൂടുതൽ കരുത്താർജിക്കുകയായിരുന്നു. ആചാര്യ, ബ്രഹ്മാസ്ത്രമടക്കമുള്ള ദിവ്യാസ്ത്രങ്ങൾ വശമുള്ള ആളാണങ്ങ്. എന്നിട്ട് പോലും പാണ്ഡവർ കരുത്ത് നേടുകയാണ്. എൻ്റെ ദൗർഭാഗ്യം കൊണ്ടാണോ അങ്ങയുടെ ശിഷ്യവാത്സല്യം കൊണ്ടാണോ എന്നറിയില്ല. എൻ്റെ ഓരോ പദ്ധതികളും തകർത്തുകൊണ്ട് പാണ്ഡവർ ശക്തരായി നിലനിൽക്കുകയാണ്. രാജാവേ, ദുര്യോധനൻ്റെ കുത്തുവാക്കുകൾ ദ്രോണരുടെ മനസ്സിനെ വേദനിപ്പിച്ചു. ഒന്നും മിണ്ടാതെ ആചാര്യൻ തലകുമ്പിട്ട് രഥത്തിൽ തന്നെ ഇരിക്കുകയാണ്. ഈ കഥയുടെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം കേൾക്കാം.